എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ 2026 വിഷുഫലം ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ അനിഴം നക്ഷത്രത്തിൻ്റെ 2026 ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ഈ 2026 വിഷുവർഷത്തിൽ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീജനങ്ങൾക്ക് ആസ്പത്രിവാസവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. വ്യവസായത്തിൽ പുരോഗതിയും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങളും ഈ 2026 വിഷുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങളായാലും പുരുഷജനങ്ങളായാലും ഒക്കെ അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസ സംബന്ധമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഇത്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ഉയർന്ന നിലയിലുള്ള ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം. വളരെയധികം നല്ല സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം. കുടുംബത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്ന വർഷം കൂടിയാണ് ഇത്. അതുപോലെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ അവസരം ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ ഈ അനിഴം നക്ഷത്രക്കാരുടെ ഗൃഹത്തിൽ നടക്കുവാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം. പൊതുവെ അനിഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉള്ളത്. എങ്കിലും ദൈവാധീനത്താൽ ആ ദോഷങ്ങളെല്ലാം മാറി നല്ല ഗുണകരമായ വർഷം ആയി തീരാൻ സാധ്യതയുണ്ട്. അതിനാൽ ദോഷപരിഹാരാർത്ഥം ശാസ്താവിനെ നല്ലതുപോലെ ഭജിക്കുക. ഭഗവാന്റെ ശ്ലോകങ്ങളും പ്രാർത്ഥനകളും എല്ലാം ജപിച്ച് ഭക്തിയോടെ ഇരിക്കുക. ശനീശ്വര ഭഗവാനെയും നല്ലപോലെ പ്രാർത്ഥിച്ച് ശ്ലോകങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുക. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം വ്രതമനുഷ്ഠിച്ച് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. അടുത്തതായി ആദിപരാശക്തിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. ദേവിക്ക് വേണ്ട വഴിപാടുകളെല്ലാം നടത്തുക. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. ഇങ്ങനെയെല്ലാം ചെയ്ത് വേണ്ട വഴിപാടുകളെല്ലാം നടത്തി ദൈവത്തിനെ വിളിച്ച് നല്ല പോലെ പ്രാർത്ഥിച്ച് ഇരിക്കുകയാണെങ്കിൽ അനിഴം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു വർഷമായി തീരും ഈ 2026. അനിഴം നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.